നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് ബ്ലിറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ടെഹ്റാനിലെ സ്ഫോടനങ്ങളെക്കുറിച്ചും പുതിയ പിൻഗാമിയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകുന്നത്. മാർച്ച് ആദ്യവാരം അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചതോടെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ്. ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇറാൻ തിരിച്ചടികൾ ശക്തമാക്കുകയും ഗൾഫ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് മിസൈലുകൾ അയക്കുകയും ചെയ്തു. അതേസമയം മാർച്ച് 8 പുലർച്ചെ മുതൽ ടെഹ്റാനിൽ കനത്ത പുകയും തീയും ദൃശ്യമാണ്. ടെഹ്റാൻ കത്തുകയാണ്. ഇസ്രായേൽ വ്യോമസേന ഇറാന്റെ എണ്ണ സംഭരണശാലകൾക്കും ശുദ്ധീകരണശാലകൾക്കും നേരെ വലിയ തോതിൽ ആക്രമണം നടത്തിക്കഴിഞ്ഞു. ഇതോടെ എണ്ണ കമ്പനികൾക്ക് വലിയ ആഘാതം നേരിട്ടു. ടെഹ്റാനിലെ ഷാഖാൻ, ആഗ്ദാസിയ തുടങ്ങിയ എണ്ണ ഡിപ്പോകൾക്ക് തീപിടിച്ച് നഗരത്തിന് മുകളിൽ കറുത്ത പുക പടർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ പുകയും ചാരവും പടർന്നതോടെ, അതായത് ബ്ലാക്ക് റെയിൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്, നഗരത്തിൽ എണ്ണ കലർന്ന കറുത്ത മഴ പെയ്യുന്നതായി അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മെഹ്റാബാദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിലും സ്ഫോടനങ്ങൾ നടന്നു. ഇനി ഖമേനിയുടെ പിൻഗാമി ആരെന്ന് ചോദിച്ചാൽ, പുതിയ സുപ്രീം ലീഡറെ തെരഞ്ഞെടുക്കാൻ ഇറാന്റെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് അടിയന്തര യോഗം ചേർന്നു. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മോസ്തഫ ഖമേനി അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ്. മുൻനിരയിലുള്ള പേരും ഇത് തന്നെയാണ്. അദ്ദേഹത്തിന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സുമായി അടുത്ത ബന്ധമാണുള്ളത്. എന്നാൽ പാരമ്പര്യമായി ഭരണം കൈമാറുന്നതിനെതിരെ രാജ്യത്ത് എതിർപ്പുകൾ ശക്തിയായി ഉണ്ടാകുന്നുണ്ട്. അതേസമയം അയത്തുള്ള അലി രേസ അറാഫി ഇറാനിലെ സെമിനാരികളുടെ തലവനായ ഇദ്ദേഹത്തിന് ഖമേനിയുടെ വിശ്വസ്തൻ എന്ന പരിഗണനയും ലഭിക്കുന്നുണ്ട്. മറ്റൊരാൾ അയത്തുള്ള മിർബാഗേരി എന്ന കർക്കശ നിലപാടുള്ള മറ്റൊരു പുരോഹിതനാണ്. പുതിയ നേതാവിന്റെ ഉടൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ അറിയിച്ചിരിക്കുന്നത്. യുദ്ധത്തിന്റെ ആഘാതത്തിൽ മരണസംഖ്യ ഇതിനോടകം 1300-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണ്. സമാധാന ശ്രമങ്ങൾക്കായി ചൈനയും സ്വിറ്റ്സർലൻഡും യുദ്ധം ഉടൻ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഇറാന്റെ നീരുപാതിയ കീഴടങ്ങലിന്, അതായത് അൺകണ്ടീഷണൽ സറണ്ടർ വേണമെന്ന് സമ്മർദ്ദം ചെലുത്തുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും യുദ്ധം കൂടുതൽ വ്യാപിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിലയിരുത്തൽ. യുദ്ധത്തിന്റെ സാഹചര്യങ്ങളെപ്പറ്റി ഇന്ത്യയും ജർമ്മനിയും ഇറാനിലെ സാഹചര്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഇന്ത്യയുടെ നിലപാട് കടുത്ത ഉത്കണ്ഠയും പ്രായോഗികതയുമാണ്. ഇന്ത്യ അതീവ ജാഗ്രതയോടും എന്നാൽ നിഷ്പക്ഷമായ നിലപാടുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഏകദേശം 1 കോടി ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് ഇന്ത്യ പ്രഥമ പരിഗണന നൽകുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിരന്തരം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. സാമ്പത്തിക ആഘാതത്തിനെ പറ്റി പറയുമ്പോൾ സമുദ്ര വ്യാപാര പാതകളിലെ ആക്രമണങ്ങളും എണ്ണവില വർധനവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി എതിർത്തു. നയതന്ത്രം നോക്കിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ, UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഫോണിൽ സംസാരിക്കുകയും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അയത്തുള്ള ഖമേനിയുടെ മരണത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി അനുശോചനം രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനി ജർമ്മനിയുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, സമാധാന ശ്രമങ്ങളും ആശങ്കയും ഉണ്ടെങ്കിലും ജർമ്മനി യുദ്ധം കൂടുതൽ പടരുന്നതിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജർമ്മൻ ചാൻസലർ ഈ ആഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാനിലെ ഭരണം മാറണമെന്ന ലക്ഷ്യത്തെയാണ് ജർമ്മനി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും സൈനിക നടപടിയിലൂടെ മാത്രം പ്രശ്നം പരിഹരിക്കാനാവുന്നില്ലെന്ന് ജർമ്മനി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇറാൻ പൂർണ്ണമായും തകരുന്നത് യൂറോപ്പിലേക്ക് വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമാകുമെന്ന് ചാൻസലർ ആശങ്ക പ്രകടിപ്പിച്ചു. അതിനാൽ ഇറാന്റെ ഭരണ സംവിധാനം പാടെ തകരാതെ നോക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇനിയും ജർമ്മനി ഈ വ്യോമാക്രമണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. അതുപോലെ തന്നെ സൈപ്രസ് പോലെയുള്ള ഇടങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയാൽ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് ജർമ്മനി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആഗോള പ്രതികരണങ്ങൾ ഒറ്റനോട്ടത്തിൽ എടുത്താൽ ഇറാന്റെ ധീരവാദിയെ കീഴടങ്ങൽ വേണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു. ചൈനയാവട്ടെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും കാട്ടുനീതി അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. ഇസ്രായേൽ ഖമേനിയുടെ പിൻഗാമിയായി ആര് വന്നാലും അവരെയും ലക്ഷ്യം വെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഐക്യരാഷ്ട്രസഭ ലോക സമ്പദ് വ്യവസ്ഥ വലിയ അപകടത്തിലാണെന്ന് അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ അയത്തുള്ള ഖമേനിയുടെ മരണത്തെ തുടർന്ന് ഇറാന്റെ അടുത്ത പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. മാർച്ച് 8 പുറത്തുവരുന്ന ഏറ്റവും വലിയ വിവരങ്ങൾ പ്രകാരം ഏതാണ്ട് തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞുവെന്നാണ്. ഇനിയും പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ മെഹർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി എന്നാണ്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും അസംബ്ലി അംഗങ്ങൾ അറിയിച്ചു. എന്നാൽ ഇറാനിലെ പാരമ്പര്യപ്രകാരം ഭരണം മക്കളിലേക്ക്
ഇറാനിലേക്ക് കൈമാറുന്നതിന് അല്ലെങ്കിൽ രാജഭരണത്തിന് സമാനമാണെന്ന് ഒരു വിഭാഗം പുരോഹിതരും കരുതുന്നുണ്ട്. ഇത് തർക്കങ്ങൾക്ക് വഴിയൊരുക്കിയെന്നാണ് പറയുന്നത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കിയത്. ഇതോടെ ഈ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.